നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പോളിംഗ് കണക്ക് ഈ കാണുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് 75.27%. അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ആർക്ക് അനുകൂലമായി മാറും എന്നാണ് രാഷ്ട്രീയ കേരളത്തിന് അറിയേണ്ടത്. ഓരോ മുന്നണികളുടെയും ഇക്കാര്യത്തിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്നാണ് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കേണ്ടത്. പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഇത് മുന്നണികൾ ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ചുള്ള ചില കണക്കുകളാണ്. നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയൊക്കെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് ഈ വിജയമെന്നത്. നമുക്ക് ആദ്യം UDF ക്യാമ്പിലേക്ക് വരാം. ഈ കാണുന്നത് പോലെ UDFന്റെ പ്രതീക്ഷ ഇതുപോലെയാണ്. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡ് ഉണ്ടാവും എന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ. UDFിനേതായ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്നുകൂടി UDF അതിനെ വിലയിരുത്തുന്നുണ്ട്. പുതുതായി ചേർത്ത വോട്ടുകളിൽ ഭൂരിഭാഗവും തങ്ങൾക്ക് അനുകൂലമാണ് എന്നുകൂടി UDF പറയുന്നുണ്ട്. അൻവർ മത്സരിച്ചത് അതൊരു പ്രധാനപ്പെട്ട മുഖ്യ ഫാക്ടറാണ്. അൻവറുടെ ഇത്തവണത്തെ മത്സരം അത് UDFന് ഗുണകരമായി എന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഏതാണ്ടൊരു 10,000-നടുത്ത് ഭൂരിപക്ഷം UDFന് ഉണ്ടാകും എന്നാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ അരടൻ ഷൗക്കത്ത് അവിടെ നിന്ന് ജയിച്ചു വരുമെന്ന് UDF കരുതുന്നുണ്ട്. ഇനി LDF ക്യാമ്പിലേക്ക് വരാം. എന്താണ്, ഏത് രീതിയിലാണ് LDFന്റെ ഒരു പ്രതീക്ഷ എന്നുകൂടി നോക്കാം. നേരത്തെ അമരമ്പലം സൂചിപ്പിച്ചല്ലോ. ഈ അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ കൃത്യമായ ലീഡ് ഉണ്ടാകും എന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഈ പാർട്ടി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യപ്പെട്ടു എന്നുകൂടി വിലയിരുത്തുന്നുണ്ട് LDF ക്യാമ്പ്. സ്വരാജിന്റെ വ്യക്തിപ്രഭാവം അത് എടുത്തു വരേണ്ട കാര്യമാണ്. ആ നാട്ടുകാരനാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അതെല്ലാം തന്നെ അവിടെ സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുകൂടി LDF വിലയിരുത്തുന്നു. അങ്ങനെ സ്വരാജിന്റെ വ്യക്തിപ്രഭാവം LDF ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. 2000-നടുത്ത് ഭൂരിപക്ഷത്തിൽ M സ്വരാജ് വിജയിക്കും എന്നാണ് LDFന്റെ വിലയിരുത്തൽ. ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് നോക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം PV അൻവറിന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം അതും ഇതും ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇനി അടുത്തത് PV അൻവർ ക്യാമ്പ്. എന്താണ് അവരുടെ പ്രതീക്ഷ എന്നുകൂടി നോക്കാമല്ലോ. എത്രമാത്രം വോട്ടുകൾ PV അൻവർ നേടും എന്നത് സുപ്രധാനമായ ഒരു കീ ഫാക്ടറാണ് ഈ തെരഞ്ഞെടുപ്പിൽ. PV അൻവർ ക്യാമ്പ് 20 മുതൽ 25,000 വോട്ട് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്നാണ് അവരുടെ വിലയിരുത്തൽ. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ, മൂത്തേടം, നഗരസഭ, ചുങ്കത്തറ എന്നിവിടങ്ങളിൽ നിന്ന് LDF വോട്ടുകൾ പിടിക്കും അൻവർ എന്നാണ് ആ ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. ആ രീതിയിലുള്ള പ്രഭാവം അദ്ദേഹത്തിനുണ്ട് അവിടങ്ങളിൽ എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഇനി മലയോര ജനതയ്ക്ക് അപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ് BJP. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ NDAക്ക് അനുകൂലമായി വരും. ആ രീതിയിലാണ് ആ സ്ഥാനാർത്ഥിയെ പോലും അവിടെ നിർത്തിയത് എന്നൊക്കെയുള്ള വിലയിരുത്തൽ നേരത്തെ വന്നതാണ്. ആ പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. കാര്യമായ വേരോട്ടമില്ലാത്ത മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തുകയാണ് BJP അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് കൂടി കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചതുഷ്കോണ പോര് എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് അത് UDF LDF പോര് എന്ന രീതിയിൽ മാത്രം വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അനുകൂലമായ സ്ഥിതികൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്ന് കരുതിയ വോട്ടുകൾ അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാറി മറിയുമോ അവിടുത്തെ ലീഡ് എന്നല്ല ഓരോ മണിക്കൂറിലും? ഇതെല്ലാം കാത്തിരുന്ന് കണ്ടതാണ്. എന്തായാലും വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ് ഈ വോട്ടെണ്ണി തുടങ്ങുന്നത്. അത് തിങ്കളാഴ്ച ഒരു 7 മണിയോടുകൂടി ആരംഭിക്കും. ആ സമയത്തുണ്ടാകുന്ന ആദ്യ ലീഡ് നില മുതൽ അങ്ങോട്ട് കളം മാറി മാറി വരുന്നത് ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു നിലമ്പൂരിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്.